നമസ്കാരം. മുണ്ടൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും കാമുകനും പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നതും അവിഹിതം. മുണ്ടൂർ സ്വദേശിനി തങ്കമണിയുടെ കൊലപാതകത്തിലാണ് മകൾ സന്ധ്യയെയും കാമുകനായ നിതിനെയും പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തങ്കമണി കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും വളർത്തിയ ഏക മകൾ തന്നെ ഒടുവിൽ അമ്മയുടെ ജീവനെടുത്തുവെന്നതാണ് വസ്തുത. തങ്കമണിക്ക് മകളും മകനും ഉണ്ടായിരുന്നു. മകൻ നേരത്തെ മരിച്ചു. പിന്നെ മകളെ പൊന്നുപോലെ വളർത്തി. ഉരലിൽ തലയിടിച്ച് വീണ് അമ്മ മരിച്ചുവെന്നാണ് മകൾ സന്ധ്യ ആദ്യം പറഞ്ഞത്. എന്നാൽ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാനായി കൊന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അസ്വാഭാവികത തോന്നി. തങ്കമണി ശ്വാസം മുട്ടി മരിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. ഇതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതോടെ സത്യം പുറത്തേക്ക് വന്നു. ശനിയാഴ്ച രാവിലെ തങ്കമണിയെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യയും നിതിനും ചേർന്ന് രാത്രിയോടെ മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടു. വിവരം പോലീസിൽ അറിയിച്ചു. നെറ്റിയിലുള്ള മുറിവ് ശ്രദ്ധയിൽപ്പെട്ടു. സമീപത്തുള്ള ഉരലിൽ ഇടിച്ചതാകാമെന്ന് മൊഴി നൽകി. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടതുമില്ല. ഇത് മകളുടെ തന്ത്രമായിരുന്നു. സന്ധ്യയ്ക്ക് ഭർത്താവും മകനുമുണ്ട്. മകനുമായി നിതിൻ സൗഹൃദത്തിലായിരുന്നു. ഇവിടെയും ഒരു ശബരിമല ഇടപെടലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തട്ടിയെടുത്ത് കോടികൾ ഉണ്ടാക്കിയവരെല്ലാം ജയിലിലാണ്. ഇവർ അഴിക്കുള്ളിലായിട്ടും നിതിന് കാര്യങ്ങൾ പിടികിട്ടിയില്ല. ആ അമ്മയെ കൊന്ന് നിതിൻ പോയത് ശബരിമലയ്ക്കായിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാനുള്ള അതിബുദ്ധി. പക്ഷേ ഇത് കുരുക്കായി. കൊലപാതകത്തിന് ശേഷം ശബരിമലയിലേക്ക് പോയ നിതിൻ സന്ധ്യയുടെ മകനെ വിളിച്ച് പോലീസ് എത്തിയോ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നോ എന്നെല്ലാം നിരന്തരം അന്വേഷിച്ചു. ഇത് പോലീസ് തിരിച്ചറിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന ചോദ്യം പോലീസിന് സംശയമായി. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം തെളിഞ്ഞതോടെ ശബരിമലയിൽ നിന്നും തിരികെ എത്തിയ നിതിനെ കസ്റ്റഡിയിലെടുത്തു. തുടക്കത്തിൽ നിതിൻ സമ്മതിച്ചില്ല. ഇതിനിടെ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും സന്ധ്യ കുറ്റം സമ്മതിച്ചില്ല. തുടർന്ന് ഫോൺ പരിശോധിച്ചതോടെ നിതിനുമായി നിരന്തരം സംസാരിച്ചതിന്റെ വിവരങ്ങളും സ്വർണവും പണവും കൈമാറിയതിന്റെ വിവരങ്ങളും ലഭിച്ചു. ഇതോടെ ആ ശബരിമല പോക്കിൽ സത്യം തെളിഞ്ഞു. തെളിവുകൾ പോലീസ് നിർത്തിയതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. സ്വർണ്ണാഭരണം കൈക്കലാക്കാൻ അമ്മയെ കൊലപ്പെടുത്തിയെന്നും കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നതെന്ന് സന്ധ്യ പറഞ്ഞു. 2 കമ്മലും മാലയും സന്ധ്യയും നിതിനും എടുത്തു. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം നിതിന് കിട്ടി. കമ്മലും മാലയുടെ കഷ്ണവും പണയം വെച്ച് 1.5 ലക്ഷം രൂപ നിതിനെടുത്തു. നിതിന്റെ കടബാധ്യത തീർക്കാനായിരുന്നു ഇതെല്ലാം. തങ്കമണിയുടെ അയൽവാസിയാണ് നിതിൻ. ആ വീടുമായി അടുത്ത ബന്ധമുള്ള ആൾ, തങ്കമണിയുടെ മകന്റെ കൂട്ടുകാരൻ. ഈ സാഹചര്യത്തിൽ തങ്കമണി മരിച്ചാൽ വീട്ടിലുണ്ടാകേണ്ട അയൽവാസിയായിരുന്നു നിതിൻ. എന്നിട്ടും ശബരിമലയിൽ പോയി എന്നത് പോലീസിന് സംശയം തോന്നി. ആ സംശയമാണ് കസ്റ്റഡിയിലെടുക്കലായത്. നിതിന്റെ ഫോൺ പരിശോധനയിൽ തന്നെ തെളിവും കിട്ടി. ഇതിനുശേഷമാണ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്തത്. തലയിടിച്ച് വീണ് അമ്മ മരിച്ചുവെന്നാണ് സന്ധ്യ മൊഴി നൽകിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. 75 വയസ്സാണ് കൊല്ലപ്പെട്ട തങ്കമണിക്ക് ഉണ്ടായിരുന്നത്. 45-കാരിയായ മകൾ സന്ധ്യയും അയൽവാസിയായിരുന്ന 27-കാരനായ നിതിനും അടുപ്പത്തിലായിരുന്നു. നിതിൻ അവിവാഹിതനുമാണ്. കൊലപാതകം നടത്തിയതിനു ശേഷം തലയിടിച്ച് വീണ് മരിച്ചതാണെന്നാണ് ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ചോദ്യം ചെയ്യലിൽ എന്നാൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിന് നിർണായകമായത്. സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇരുവരും തങ്കമണിയെ കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച രാവിലെ 5:30 അയൽക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. അത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. പേരാമംഗലം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അയൽക്കാരനുമായിട്ടുള്ള തങ്കമണിയുടെ വിവാഹേതര ബന്ധം കണ്ടെത്തിയതും കൊലയ്ക്ക് പ്രേരണയായെന്നും സൂചനയുണ്ട്.